പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ രാജാ റാം മോഹൻ റായിയെ കുറിച്ചാണ് നാം ഇന്നലെ മുതൽ ചർച്ച തുടരുന്നത്. സതി എന്ന ഭീകര പാരമ്പര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹം ബഹുജന പ്രക്ഷോഭവും തുടങ്ങി. നിരവധി ഉടന്തടികളെ തടയുകയും വിധവാക്ഷേമത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വിധവാ വിദ്യാഭ്യാസമായിരുന്നു അതിലൊന്ന്. ഒരു ശാസ്ത്രഗ്രന്ഥവും ഈ ഭീകരമായ ആചാരത്തെ പിന്തുണക്കുന്നില്ല എന്നും ഇത് ചെയ്യുന്നവർക്ക് മരണശിക്ഷ തന്നെ ലഭിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വിജയം കണ്ടു. ജനങ്ങൾ ക്രമേണ ഈ ദുരാചാരത്തെ ഉപേക്ഷിക്കുകയും ഭരണാധികാരികൾ സതി നിരോധിക്കുകയും ചെയ്തു. 1821 തുടങ്ങിയ സംവാദ കൗമുദിയായിരുന്നു ഭാരതത്തിൻ്റെ ആദ്യത്തെ ഭാഷാ വർത്തമാന പത്രം. സതിക്കെതിരെയുള്ള ലേഖനങ്ങൾ ക്രമസമാധാന പ്രശ്നത്തിന് വഴിവെക്കുമെന്ന് അധികാരികൾ ഭയന്നു. പൊതുവെ അക്കാലത്ത് ഏത് പത്രലേഖനത്തിനും അനുമതി വേണമായിരുന്നു. എന്നാൽ പത്രങ്ങളിൽ ധീരമായി സത്യസന്ധമായി ലേഖനങ്ങൾ എഴുതുവാൻ സാധിക്കണമെന്ന് വാദിച്ച് റാം മോഹൻ റായ് അനുമതി വാങ്ങുന്നത് നിർത്തി. അദ്ദേഹത്തെ തടയാൻ അധികാരികൾ ധൈര്യപ്പെട്ടതുമില്ല. വാക്കുകളിൽ മിതത്വം പാലിച്ച് സത്യസന്ധമായി പുതിയ വീക്ഷണങ്ങൾ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ എതിർക്കാൻ ഗവൺമെൻറ്റിനായില്ല. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും സ്വതന്ത്രമാകണമെന്നും അവ പരസ്പരം സഹനത്തിലൂടെ നീങ്ങണമെന്നും ലോകരാഷ്ട്രങ്ങളുടെ ഒരു സംഘടന ഉണ്ടാകണമെന്നും അദ്ദേഹം എഴുതി. ന്യായവ്യവസ്ഥിതിയിൽ നാട്ടിലെ പ്രമാണിമാരെ ജഡ്ജിമാരുടെ ഉപദേശകരാക്കുന്ന ജൂറി വ്യവസ്ഥ അന്നുണ്ടായിരുന്നു. എന്നാൽ ജില്ലാ കോടതിയും അതിലുപരി കോടതികളും ഇംഗ്ലീഷുകാരെ മാത്രമേ ജൂറിയാക്കിയിരുന്നുള്ളൂ. ഇതിനെതിരെ വാദിച്ച റാം മോഹൻ റായിയുടെ വാദങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിക്കുകയും പ്രമുഖരായ ഭാരതീയരെ എല്ലാ തലത്തിലും ജൂറിമാരാക്കാൻ സമ്മതിക്കുകയും ചെയ്തു. 1828 തൻ്റെ അനുയായികളെ ചേർത്ത് ഏകേശ്വരവാദത്തിനും വേദപഠനത്തിനും അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ആദ്യ സഭ കൂടിയിരുന്നത് ക്രിസ്ത്യൻ പള്ളികളിലായിരുന്നു. യാഥാസ്ഥിതിക ഹിന്ദു സമാജം അദ്ദേഹത്തിൻ്റെയും ബ്രഹ്മസമാജത്തിൻ്റെയും പ്രവർത്തനങ്ങളെ എത്രമാത്രം എതിർത്തിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം. ക്രിസ്ത്യൻ പദ്ധതിയിൽ ആഴ്ചയിലൊരിക്കൽ ആരാധന, ആഴ്ചയിലൊരിക്കൽ വേദപാരായണം എന്നിവയായിരുന്നു ചിട്ടകൾ. റാം മോഹൻ റായ് എഴുതിയ കവിതകൾ ഈ സഭകളിൽ ചൊല്ലിയിരുന്നു. അവ ബ്രഹ്മസമാജത്തിൻ്റെ ആദർശങ്ങളും സാമൂഹ്യ പരിഷ്കരണത്തിലുള്ള ആശയങ്ങളും ഉൾക്കൊള്ളുന്നവ ആയിരുന്നു. ഈ ആരാധനകളിൽ തദ്ദേശവാസികളോടൊപ്പം നിരവധി ഇംഗ്ലീഷുകാരും പങ്കെടുക്കാറുണ്ടായിരുന്നു. ലോകം ഒരു തറവാടെന്നതായിരുന്നു ഈ നവീന ഹിന്ദുമത വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാട്. ഭാരതീയർ കടലുകടന്നാൽ ഭ്രഷ്ടരാകുമെന്ന ആചാരത്തെ 1828 ലംഘിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. റാം മോഹൻ റായിയുടെ ഈ തീരുമാനത്തെ സനാതന ഹിന്ദു സമാജം നഖശിഖാന്തം എതിർത്തു. നിരവധി ഇംഗ്ലീഷുകാരും ഇതിനെതിരായിരുന്നു. എന്നാൽ മുഗൾ രാജാവ് അക്ബർ രണ്ടാമൻ്റെ സഹായം അദ്ദേഹം തേടി. റാം മോഹൻ റായ്ക്ക് രാജാപദവിയും വിദേശത്ത് പോകാനുള്ള ധനസഹായവും അദ്ദേഹം നൽകി. മുഗൾ രാജാവിൻ്റെ താൽപ്പര്യം തൻ്റെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഭാരതത്തിലെ അധികാരികൾ സമ്മതിക്കാത്തതിനാൽ റാം മോഹൻ റായ് ബ്രിട്ടനിൽ പോയി തന്നെ സഹായിക്കുമെന്നായിരുന്നു. റാം മോഹൻ റായ് സതി നിരോധനത്തിനുള്ള ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ചർച്ച ചെയ്യുമ്പോൾ സ്വയം അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി മുഗൾ രാജാവിൻ്റെ പ്രതിവർഷ പണം 3 ലക്ഷം രൂപയാക്കി. മറ്റാനുകൂല്യങ്ങളും ബ്രിട്ടീഷ് സർക്കാർ അനുവദിച്ചു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് സതി നിരോധന നിയമം പാസാക്കുകയും ചെയ്തു. ലോർഡ് ബെൻട്രിക്കിനെ അനുമോദിച്ചുകൊണ്ട് രാജാ റാം മോഹൻ റായ് കത്തെഴുതി. ഇംഗ്ലണ്ടിലെ താമസം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തകർത്തു. ഏറ്റവും നല്ല ചികിത്സ ലഭ്യമായെങ്കിലും 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിൽ വെച്ച് തന്നെ അദ്ദേഹം ചരമമടഞ്ഞു. ബ്രിട്ടനിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സർവതോന്മുഖ പ്രതിഭയായിരുന്നു രാജാ റാം മോഹൻ റായിയുടെ ശരിയായ സ്മൃതിചിഹ്നം
ബ്രഹ്മസമാജം ഉണർത്തിയ നവചേതനയും ആധുനിക വിദ്യാഭ്യാസ പദ്ധതിയുമാണ്. സജ്ജനങ്ങളെ, രാജാറാം മോഹൻ റായിയെക്കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തെറ്റായൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം ക്രിസ്തുമതത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിൻ്റെ കാരണമായി പറയുന്നത് ഹിന്ദുക്കളുടെ യോഗം ക്രിസ്ത്യൻ ചർച്ചുകളിൽ വിളിച്ചുകൂട്ടി ദുരാചാരത്തിലും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും കുടുങ്ങിപ്പോയ ഒരു സമൂഹത്തെ മുഖ്യധാരയിലേക്ക് ഉയർത്തുവാനുള്ള പരിശ്രമത്തിനിടയിൽ പരമ്പരാഗത ഹിന്ദുക്കൾ, അന്ധവിശ്വാസികളായ ഹിന്ദുക്കൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ സമയത്ത് അദ്ദേഹം തീർച്ചയായിട്ടും അമ്പലങ്ങളെയും ഹൈന്ദവ സ്ഥാപനങ്ങളെയും ആശ്രയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവിടങ്ങളിലെല്ലാം തന്നെ ഹിന്ദു വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന, സതിക്കെതിരെ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഹിന്ദുവിനെതിരെ പ്രവർത്തിക്കുക എന്നതാണ് വിശ്വസിച്ചിരുന്ന ഒരു ഹൈന്ദവ സമൂഹത്തിനിടയിൽ സാമൂഹ്യ പരിഷ്കരണം അതിശക്തമായിട്ട് ദൃഢമായിട്ട് വേണ്ടി വന്നു. ആയതുകൊണ്ട് അദ്ദേഹം പള്ളിയുടെയും മറ്റും സഹായം തേടി എന്ന് മാത്രം. അദ്ദേഹത്തെ പോലെയുള്ള മഹാത്മാക്കൾ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഒരു പുതിയ ഭാരതത്തെ രചിക്കുവാൻ ആവശ്യമായ കർമ്മങ്ങളാണ് ചെയ്തത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.